യുദ്ധത്തിൻ്റെ വാർത്തകൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഒരു പുതിയ വിവരം എനിക്കറിയാനുള്ളത്, ഇന്ത്യ ഹൂത്തികളെ ആക്രമിച്ചു. ഇന്ത്യ ഹൂത്തികളുടെ 2 ഡ്രോണുകളെ ആക്രമിച്ചു. ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കുന്നുണ്ട്, നമുക്കറിയാം. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു കഥ, ഇന്ത്യ ഹൂത്തികളെ ആക്രമിച്ചു എന്ന്. അതായത് ഹൂത്തികൾ ഈ ചെങ്കടലിൽ എണ്ണയുമായിട്ടോ മറ്റ് ചരക്കുകളുമായിട്ടോ ഒക്കെ പോകുന്ന കപ്പലുകൾ ഇവർ കുറേ കാലമായിട്ട് ആക്രമിക്കുന്നുണ്ട്. അത് ആരുടെ കപ്പലും ആക്രമിക്കും, ഇസ്രയേലിൻ്റെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇന്ത്യയുടെ കപ്പൽ INS താബർ യുദ്ധക്കപ്പൽ അതുവഴി നീങ്ങുമ്പോൾ അവരുടെ 2 ഡ്രോണുകൾ ഈ കപ്പലിൻ്റെ നേരെ വന്നിട്ട് നമ്മുടെ INS തബാർ അത് വെടിവെച്ചിട്ടു. ഇത് കണ്ടുപിടിക്കുന്നത് ഈ കപ്പലിൻ്റെ യാത്രകളൊക്കെ നിരീക്ഷിക്കുന്ന ആളുകളാണ്. ഇത് ഇന്ത്യ വീരസ്യമൊന്നും പറഞ്ഞില്ല, ഞങ്ങളുടെ നേരെ ആക്രമണം ഹൂത്തികൾ നടത്തി, നമ്മൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വീരസ്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് മറ്റേ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഈ കപ്പലുകളിൽ അതിൻ്റെ കില്ലിംഗ് മാർക്ക് എന്ന് പറയും, ബാഡ്ജ് പോലെ, ഈ സൈനികർക്കുള്ള ബാഡ്ജ് പോലെ കപ്പൽ ചെയ്യുന്ന ഹീറോയിസത്തിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ, വിക്ടറി നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുദ്ര അതിൻ്റെ ഹള്ളിൽ വയ്ക്കും. അങ്ങനെ ഈജിപ്തിൽ പോയിട്ട് തിരിച്ച് ഈ യുദ്ധക്കപ്പൽ നാവിക സംയുക്താഭ്യാസത്തിന് റഷ്യയിലേക്ക് പോയപ്പോൾ റഷ്യയിൽ നിന്നുള്ള ചിത്രങ്ങളിലാണ് ഇങ്ങനെ ഈ കില്ലർ മാർക്സ് 2 കണ്ടത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഇവരുടെ ഡ്രോൺ ആക്രമണത്തിൽ നമ്മൾ ആ ഡ്രോണുകളെ തകർത്തു. അതിൻ്റെ ഇതാണെന്ന് ഈ കപ്പൽ നിരീക്ഷകരൊക്കെ കണ്ടുപിടിച്ചിപ്പോൾ പുറത്തു വിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ചോദ്യം തിരിഞ്ഞുപോയി. ശരിക്കും ഹൂതികൾ ഇന്ത്യൻ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചു, ഇന്ത്യ ആക്രമണം തകർത്തു. നമ്മൾ അവരെ തുരത്തി. മാത്രമല്ല നമുക്ക് നേരെയും ഇനി ഇറാൻ്റെ കൂടെ നിൽക്കുന്ന ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ നമ്മൾ ഇറാൻ്റെ കൂടെ ഉണ്ട്. ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം നമ്മൾ ചാബഹാർ പോർട്ടും ഒക്കെ അവിടെ നിന്ന് ഓപ്പറേഷന് വേണ്ടി എടുത്തിട്ടുള്ളവരാണ്. പക്ഷെ അവിടുന്ന് പോകുന്ന ഏത് കപ്പലിനെയും ഈ ഡ്രോണുകൾ ആക്രമിക്കില്ല. ആ വഴി ആരും പോകണ്ട. ഇസ്രായേലിനോടുള്ള പകയല്ല, ആരും ആ വഴി. ഈ ചില റൗഡികളെ പിടിച്ചിട്ട് ആ വഴിക്ക് ആരും പോകത്തില്ല എന്ന് പറയുന്ന പോലെ, അതെ, ഇവന്മാരവിടെ മുണ്ടും പടക്കി കുത്തി ഈ ഡ്രോണും വെച്ച് മിസൈലും വെച്ച് കാത്തിരിക്കും, ആര് വന്നാലും അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ചെങ്കടലിൽ ഈ അറ്റാക്കുള്ളതുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ യൂറോപ്യൻ സേനകളും എല്ലാം ചെങ്കടലിൽ അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ സാധാരണ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഈ 2 ഭാഗത്തും നമ്മൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതുകൊണ്ടും നമ്മൾ ആ സഖ്യത്തിൽ ചേർന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 12 യുദ്ധക്കപ്പലുകൾ ആ ഭാഗത്ത് നമ്മൾ സ്വയം വിന്യസിച്ചിട്ടുണ്ട്. 2 എയ്ഡൻ ഉൾക്കടലിലും 10 വടക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ വടക്കും പടിഞ്ഞാറുമായിട്ട് നിരീക്ഷണ വിമാനങ്ങളും നമ്മുടേത് അവിടെ ഉണ്ട്. പക്ഷേ ഈ കപ്പൽ അതിലുള്ളതാണ്. ഈജിപ്തിലേക്ക് ഒരു കാര്യത്തിന് പോയി, അത് കഴിഞ്ഞ് തിരിച്ച് റഷ്യയിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, നമ്മുടെ യുദ്ധക്കപ്പലൊക്കെ നമ്മൾ ഈ തുറമുഖത്ത് കെട്ടിയിട്ടാൽ പോരെ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നത്, നമ്മുടെ അതിർത്തിയിലൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിൻ്റെ പ്രത്യേക കാര്യം പറഞ്ഞാൽ തന്നെ പലതവണ ഈ കപ്പലും മറ്റ് കപ്പലുകളും നമ്മൾ വേറെ സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾ തന്നെ ഈ പൈററ്റ്സുകളെയൊക്കെ പലതവണ ആക്രമിച്ച് മറ്റ് കപ്പലുകളെ രക്ഷിക്കുന്നതൊക്കെ നമ്മുടെ യുദ്ധക്കപ്പലുകൾ കാണാം. ഇവിടെ ഒന്നും പത്രത്തിൽ വരില്ലായിരിക്കും. ഈ നേവിയുടെ ജോലി എന്ന് പറഞ്ഞാൽ കപ്പലുകളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആളുകൾ ചോദിക്കാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞു പോകാം. വെറുതെ ജെട്ടിയിൽ ബർത്തിൽ കെട്ടിയിടുക എന്നുള്ളതല്ല. നമ്മൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ നമ്മുടെ ശക്തിയുമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നിരീക്ഷണമൊക്കെ ആയിട്ട് നമ്മളുമുണ്ട് ഈ കടൽ ഭരിക്കാൻ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയൊക്കെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ വലിയ ശക്തികളുടെയും കപ്പലുകൾ കടലുകളിൽ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ യുദ്ധക്കപ്പലുകൾ 20,000 കപ്പൽ ദിനങ്ങൾ കടലിൽ ചിലവാക്കുന്നുണ്ട്. ഒരു വർഷം 365 ഉള്ളൂ. പക്ഷെ ഇത്രയും യുദ്ധക്കപ്പലുകൾ ഇത്രയും. അപ്പോൾ ലോകത്തുള്ള എല്ലാ മസകൻ മറ്റേ ഡോക്ക് യാർഡിൽ മുംബൈയിൽ അറ്റകുറ്റപ്പണിക്കൊക്കെ. അതെ. അപ്പോൾ കപ്പലുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധക്കപ്പൽ എന്ന് വെച്ചാൽ ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ബർത്ത് കെട്ടിയിടുകയല്ല.
ഒരു സൈനികൻ എപ്പോഴും അഭ്യാസിയായിരിക്കണം എന്ന് പറയുന്ന പോലെ കപ്പലും എപ്പോഴും കടലിൽ സഞ്ചരിച്ചു. അത് നമ്മുടെ അതിർത്തിക്കുള്ളിൽ മാത്രമല്ല, അതിർത്തിക്ക് പുറത്തുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട കടലിൽ നമ്മൾ ഉണ്ടായാലേ നമ്മുടെ ഒരു മേധാശക്തി കാണിക്കാൻ പറ്റുള്ളൂ. അതെ, ഇത് 2023 ഡിസംബർ മുതൽ ഇന്ത്യയുടെ 21 കപ്പൽ, 5000 നാവികർ, വിമാനങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. മറ്റ് സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്ത് തന്നെയാണ്, വെറുതെ പോയിരിക്കുകയല്ല. ഓപ്പറേഷൻ സങ്കൽപ് ആണ് ഇതിൻ്റെ പേര്. 2019 ഒമാൻ ഉൾക്കടലിൽ നടന്ന ആക്രമണ കാലം മുതൽ നമ്മുടെ കപ്പലുകൾ ആ ഭാഗത്തൊക്കെ റോന്തു ചുറ്റുന്നുണ്ട് എന്ന് പറയാം. കടൽ മറ്റേ ഒക്കെ ഈ എല്ലാ സംരക്ഷണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ ഹൂത്തികളുടെ ആക്രമണം ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ആക്രമണം. അതിൽ നിന്ന് മറ്റു രാജ്യങ്ങളെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് INS താബാർ ആഫ്രിക്കയിൽ പോയിരുന്നു. അങ്ങനെയാണ് ഈ ഈജിപ്തിലേക്കും പോയത്. അലക്സാൻഡ്രിയയിൽ ജൂൺ 27 മുതൽ 30 വരെ ആയിരുന്നു ഈജിപ്ത്. അത് കഴിഞ്ഞ് റഷ്യയിലേക്ക് മടങ്ങുമ്പോഴാണ്, അതായത് ജൂലൈ ആദ്യ വാരത്തിലാണ്, ഈ മാസം ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന മാസം അത് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഈ കില്ലിംഗ് മാർക്സില്ലേ, മാർക്കിംഗ്, അത് കപ്പൽ നിരീക്ഷകർ, വിമാനം നിരീക്ഷിക്കുന്നവരെ പോലെ കപ്പൽ നിരീക്ഷിക്കുന്ന വിദഗ്ധരും ഉണ്ട്. അങ്ങനൊരു വിദഗ്ധൻ പറഞ്ഞതാണ് ഞാൻ വായിച്ച്. ഏതായാലും അതൊരു പുതിയ വിവരമാണ്. അതെ, പത്രങ്ങളിലൊന്നും വന്നില്ല. മാത്രമല്ല ഹൂത്തികൾ ഇന്ത്യൻ യുദ്ധക്കപ്പലിനെയും, കാരണം പൊതുവിൽ നമ്മൾ സമാധാനത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്, നമ്മളെയും ലക്ഷ്യം വെച്ചു, നമ്മളത് തകർത്തു എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. വേണ്ടി ഇവർക്ക് അങ്ങനെ സ്ഥിരമായ രാഷ്ട്രീയ ശത്രുക്കളൊന്നുമില്ല, ആരെയും. ഒരുമാതിരി കടൽ കൊള്ളക്കാരുടെ സ്വഭാവമാണ്. അതെ, അങ്ങനെ ആ പരിപാടി ചെയ്യുന്നുണ്ട് ഇവര്. കാരണം ഇസ്രയേലിനെ ആരും സഹായിക്കരുത്, അവർക്ക് എണ്ണ കിട്ടാൻ പാടില്ല, അതുകൊണ്ട് ആരും ഇതുവഴി പോയാലും ആക്രമിക്കുന്നുള്ള നിലപാടാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നമ്മൾ സുരക്ഷ കൊടുക്കുകയാണ് അവിടെ. നമ്മുടെ യുദ്ധക്കപ്പലുകൾ, സാധാരണ കാർഗോ ഷിപ്സ് ഇല്ലേ, എണ്ണയൊക്കെ ആയിട്ട് വരുന്ന, അതിന് സുരക്ഷ കൊടുത്തുകൊണ്ടാണ് അവിടെ സേവനമനുഷ്ഠിക്കുകയാണ് ശരിക്കും. ഈ ഇന്ത്യയുടെ വൻ സന്നാഹം നേരത്തെ പറഞ്ഞ പോലെ 12 കപ്പലുകളുണ്ട്. റഷ്യൻ നേവിദിന നാവികസേനയുടെ ആഘോഷത്തിലാണ് ഈ INS താബർ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് താൽവാർ ക്ലാസ്സിൽപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് 2004 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ അകത്ത് വലിയ ആയുധങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഉണ്ട്, ക്ലബ് മിസൈൽ സിസ്റ്റം ഉണ്ട്, ലഘുദൂര സർഫസ് ടു എയർ മിസൈൽസ് ഉണ്ട്, ബാരക്, ഷട്ടിൽ 1 മധ്യദൂര സർഫസ് ടു സർഫസ് എയർ മിസൈൽ ഉണ്ട്, 78 mm സൂപ്പർ റാപ്പിഡ് പീരങ്കി ഉണ്ട്, വിമാനത്തിനൊക്കെ വെടിവെച്ചിടാൻ, AK-630 റാപ്പിഡ് ഫയർ ഗാറ്റിംഗ് പീരങ്കി ഉണ്ട്. അപ്പോൾ പലതരം പീരങ്കികളും വരുന്ന മിസൈലുകളെ വിമാന വേദ സംവിധാനമുണ്ട്, മിസൈലുകളെ ചെറുക്കാനുള്ള സംവിധാനങ്ങളും ആൻറ്റി മിസൈൽ സംവിധാനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. മുംബൈയിലാണ് സാധാരണ താവളം ഉണ്ടാവുക. റഷ്യയിലെ കലിനിൻഗ്രാഡിൽ പണിതതാണ്. ലെനിൻഗ്രാഡിൽ അല്ല, കലിനിൻഗ്രാഡ്. അങ്ങനെയുണ്ടോ? പെട്രോഗ്രാഡ്, അങ്ങനെ പെട്രോഗ്രാഡ്, കലിനിൻഗ്രാഡ് എന്ന് ഞാൻ ആദ്യം കേൾക്കും. അതെ, കലിനിൻഗ്രാഡിൽ 2004 ഏപ്രിൽ 19 കമ്മീഷൻ ചെയ്തു. ഇന്ദ്ര 24 എന്നാണ് ഇപ്പോൾ നടക്കുന്ന നാവികാഭ്യാസത്തിൻ്റെ പേര്. പങ്കെടുക്കാൻ പോയത് അതിൽ റഷ്യൻ നേവിയുടെ കൂടെയാണ്. 2 വർഷം കൂടുമ്പോഴാണ് ഈ നാവികാഭ്യാസം നടക്കുന്നത്. ഹൂത്തികൾ സകല ചരക്ക് കപ്പലുകളെയും നേരത്തെ പറഞ്ഞ പോലെ ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് വാണിജ്യ കപ്പലുകൾ വേറെ റൂട്ട് വഴി വളഞ്ഞ് ഒക്കെയാണ് ഇപ്പോൾ പോകേണ്ടി വരുന്നത്. ചെങ്കടലാണെങ്കിൽ ആഗോള തലത്തിൽ കച്ചവട പ്രാധാന്യമുള്ള റെഡ് സീ ഇതിനുള്ളത്. അപ്പോൾ ഓരോ വർഷവും മൊത്തം ഈ കടൽ വഴി നടക്കുന്ന കച്ചവടം ഉണ്ടല്ലോ, അതിൽ വർഷത്തിൽ 12% കച്ചവടം ചെങ്കടൽ വഴിയാണ്. ചെങ്കടലല്ലേ ഈ ചുവന്ന നിറത്തിൽ വെള്ളമുള്ള കടൽ. അതെ, ഒരു തരം ആൽഗ പായലുള്ളതുകൊണ്ടാണ് ഇതിന് ചുവന്ന നിറം വരുന്നത്.
അങ്ങനെയും പഠിച്ചിട്ടുണ്ട്. എന്തൊരു ഓർമ്മ. അതെ അതെ അതെ. അല്ല അതുകൂടെ പറയണം, ചെങ്കടൽ എന്ന് പറയുമ്പോൾ അതുകൂടെ ഒന്ന് പ്രേക്ഷകർക്കൊക്കെ അറിയാം, അവരുടെ ഓർമ്മകളെ കൂടെ ഒന്ന് തട്ടി ഉണർത്താം. അങ്ങനെ ഞാനും വായിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു നൊസ്റ്റാൾജിയ. അതാണ്. അപ്പോൾ ഈ ഹൂത്തികൾ ഈ ഇസ്രയേലിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ അതിഭീകരമായ തിരിച്ചടിയിലേക്ക് പോകുന്നു. അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു രാജ്യമാണത്. എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും, നടപ്പാക്കും. അത് പ്രസിഷനും അതാണ്. അത് സൂക്ഷ്മമായി എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെയാണല്ലോ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.